ഞാനും വോട്ട് ചെയ്ത് കേട്ടോ. ജനാധിപത്യത്തിൻ്റെ ഉത്സവം കൊടിയിറങ്ങി. വാക്പോരും വിവാദങ്ങളും കെട്ടടങ്ങി. വോട്ടെല്ലാം പെട്ടിയിലായി. ഇനി ഏതാനും ദിവസങ്ങളുടെ കാത്തിരിപ്പുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഒടുവിൽ ഫലം വരുമ്പോൾ വ്യക്തമാകും കേരളത്തിൻ്റെ ജനമനസ്സ് ഏത് ദിശയിലേക്ക് തിരിഞ്ഞു എന്ന്. വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലമായിരുന്നു പ്രചാരണ നാളുകൾ. വിവിധ മുന്നണികളും സ്വതന്ത്രരുമെല്ലാം ഇക്കാര്യത്തിൽ മത്സരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മാമാങ്കത്തെ വെല്ലുന്ന ശൈലിയിലുള്ള പോരാട്ടത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. പ്രേക്ഷകരെ ആവേശത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന ഹൈടെക് യുഗത്തിന് അനുയോജ്യമായ പ്രചരണ പരിപാടികളാണ് ഇക്കാലം അത്രയും നമ്മൾ കണ്ടത്. എല്ലാം ഏറെക്കുറെ ഒന്ന് ശമിച്ച ഈ ഘട്ടത്തിൽ ഇന്ന് വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ ചോദ്യങ്ങൾ പൊന്തി വന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് മിസൈൽ പോലെ കുതിച്ചു കയറിയ വോട്ടറുടെ വില അത് കഴിഞ്ഞപ്പോൾ നനഞ്ഞ പടക്കം പോലെ ആയില്ലേ? ഏത് മുന്നണിക്ക് ഭരണം ലഭിച്ചാലും വീർക്കുന്നത് നേതാക്കളുടെ കീശകൾ മാത്രമല്ലേ? കോരന് അപ്പോഴും കുമ്പിളിൽ തന്നെയല്ലേ കഞ്ഞി കിട്ടുക? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഭാവി ഭദ്രമാക്കാൻ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയേ മതിയാവും. വളരെ പ്രസക്തമാണ് ആ ചോദ്യങ്ങൾ. ഉദാഹരണത്തിന്, തെരഞ്ഞെടുപ്പിൽ ആരാണ് ആത്യന്തികമായി വിജയിക്കുന്നത്? സാധാരണക്കാരന് എന്നെങ്കിലും വിജയിക്കാനാവുമോ? ആകുമെങ്കിൽ തന്നെ ആ വിജയം അർത്ഥപൂർണമായിരിക്കുമോ, ശാശ്വതമായിരിക്കുമോ? ശരിയായ തെരഞ്ഞെടുപ്പിലൂടെ ശരിയായ വിജയം സ്വന്തമാക്കാൻ നാം ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്? $1 മില്യൺ ക്വസ്റ്റ്യൻസ് ആണ് അവ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അവയുടെ ഉത്തരങ്ങൾ കണ്ടെത്താൻ നമ്മൾക്ക് ഒരുമിച്ച് ഒന്ന് ശ്രമിക്കാം. അതിലേക്ക് വരും മുൻപ് ലോകം കണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കഥ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സർവകാല പ്രസക്തമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. 2000 സംവത്സരങ്ങൾക്ക് മുൻപാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് ആ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കപ്പെട്ടു. അപ്പോൾ തന്നെ ദൂരവ്യാപകമായതും കാലാതീതവുമായ നിലയിൽ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അന്ന് നടന്നത്. AD 30 സംഭവം. ഒരു ഏപ്രിൽ മാസം പശ്ചിമേഷ്യയിൽ, ഇന്നത്തെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമായ ജെറുസലേമിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കപ്പെട്ടത്. ജൂതരുടെ ഉത്സവങ്ങളിൽ പ്രഥമ സ്ഥാനം പേറുന്ന പാസോവർ പെരുന്നാളിൻ്റെ കാലം. നാടും നഗരവും നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ജനത്തിരക്ക്. ക്രമസമാധാന നില കാത്തു സൂക്ഷിക്കാൻ ചുമതലയുള്ള റോമൻ ഗവർണർ പൊന്തിയോസ് പീലാത്തോസ് ആ നാളുകളിൽ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ പീലാത്തോസിൻ്റെ മുൻപിൽ വിചിത്രമായ ഒരു കേസ് വന്നുപെട്ടു. ജൂത കോടതിയായ സൻഹെദ്രീൻ സംഘം അക്കാലത്ത് ഒരാളെ മരണശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. അത് പ്രാബല്യത്തിലാകണമെങ്കിൽ റോമൻ ഗവർണറുടെ അനുമതി അവർക്ക് വേണമായിരുന്നു. നാസറത്ത് എന്ന ഒരു വിദൂര ഗ്രാമത്തിൽ ജനിച്ച യേശു എന്ന ഒരാളെയായിരുന്നു അവർ അങ്ങനെ പീലാത്തോസിന് മുൻപിൽ കുറ്റവാളിയായി എത്തിച്ചത്. ദൈവിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി മതം അനുശാസിക്കുന്ന തിന്മകൾക്കെല്ലാം യേശു എതിരായിരുന്നതിനാൽ അദ്ദേഹം മത നേതാക്കളുടെ കണ്ണിലെ കരടായി കഴിഞ്ഞിരുന്നു. അവർ യേശുവിനെ പിടിച്ച് പീലാത്തോസിന് മുൻപിൽ കൊണ്ടുവന്നത് യേശു ദൈവദൂഷണം പറഞ്ഞുവെന്നും സ്വയം രാജാവായി അവരോധിച്ചു എന്നുമൊക്കെയുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു. പീലാത്തോസ് പ്രതിയെ സാമാന്യം ദീർഘമായി തന്നെ വിസ്തരിച്ചു. മത നേതാക്കൾ ആരോപിച്ച കുറ്റങ്ങളൊന്നും പ്രതി ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം നിരപരാധിയാണെന്നും പീലാത്തോസിന് ബോധ്യമായി. പുരോഹിത സംഘത്തിന് യേശുവിനോടുള്ള അസൂയയാണ് ഈ ആവേശത്തിൻ്റെ കാരണമെന്നും ന്യായാധിപന് മനസ്സിലായി. തെറ്റൊന്നും ചെയ്യാത്ത യേശുവിനെ ശിക്ഷിക്കുവാൻ റോമൻ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നിരപരാധി എന്ന് വിധി പറഞ്ഞ് യേശുവിനെ വിട്ടയക്കേണ്ടതാണ്. പക്ഷേ ഒരു പ്രശ്നം, അരമനയുടെ പുറത്ത് തടിച്ചുകൂടിയ ജനാവലി ജൂതമത നേതാക്കളുടെ താല്പര്യപ്രകാരം യേശുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. സ്വതന്ത്രമായി പോകാൻ യേശുവിനെ അനുവദിച്ചാൽ ആ ജനസമൂഹത്തിൻ്റെ അപ്രീതിക്ക് താൻ വശംവദനാകും. ഇക്കാര്യം സീസർ ചക്രവർത്തി എങ്ങാനും അറിഞ്ഞാൽ തൻ്റെ കസേര തെറിച്ചെന്നും വരാം. യേശുവിനെ കൊലയ്ക്ക് വിധിക്കുക എന്ന പുറത്തുയരുന്ന ജനാവലിയുടെ ആക്രോശം പീലാത്തോസിൻ്റെ കർണപുടങ്ങൾ ഭേദിച്ചുകൊണ്ടിരുന്നു. അയാൾ വല്ലാത്ത ധർമ്മ സങ്കടത്തിലായി. പെട്ടെന്നൊരു ഉപായം പീലാത്തോസിൻ്റെ മനസ്സിൽ തെളിഞ്ഞു. ഉത്സവകാലത്ത് ഒരു തടവുകാരനെ സ്വതന്ത്രനാക്കുന്ന ഒരു രീതി അവർക്കുണ്ട്. കൊലയും കൊള്ളയും നടത്തി
നാട്ടിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച, ഒടുവിൽ വധശിക്ഷയും കാത്ത് തടവിൽ കഴിയുന്ന ബറബ്ബാസിനെയും നിരപരാധിയായ ഈ യേശുവിനെയും ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാം. ആരെ സ്വതന്ത്രനാക്കണമെന്ന് അവരോട് ചോദിക്കാം. ജനവിധി യേശുവിന് അനുകൂലമാണെങ്കിലോ? അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ആ പ്രതീക്ഷയോടെ നിഷ്കളങ്കനായ യേശുവിനെയും നിഷ്ഠൂരനായ ബറാബാസിനെയും ജനാവലിയുടെ മുന്നിൽ നിർത്തി പീലാത്തോസ് അവരോട് ചോദിച്ചു, നിങ്ങൾക്കാരെ വേണം? നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? യേശുവിനെയോ ബറബ്ബാസിനെയോ? സുദീർഘമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രചാരണ കോലാഹലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫലമറിയാൻ വേണ്ടിയുള്ള നീണ്ട കാത്തിരിപ്പുമില്ലായിരുന്നു. അന്ന് അവിടെ നടന്ന ഒരു ശബ്ദ വോട്ടായിരുന്നു. ഒരൊറ്റ വോട്ട് പോലും അസാധുവോ നോട്ടയോ ആകാതെ ജനാവലി ഏകകണ്ഠമായി പ്രതികരിച്ചു. ഞങ്ങൾക്ക് ബറബ്ബാസിനെ മതി, യേശുവിനെ ക്രൂശിക്കുക, യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ. അതായിരുന്നു അവരുടെ ആക്രോശം. പീലാത്തോസ് സ്തബ്ധനായിപ്പോയി. ജനകീയ ജനാധിപത്യത്തിൻ്റെ നഗ്നമായ വിളയാട്ടമാണ് അവിടെ നടന്നത്. ഏതായാലും വൈകാതെ വിധി പ്രസ്താവം നടപ്പിലാക്കപ്പെട്ടു. നിരപരാധിയെന്ന് ആവർത്തിച്ച് വിധി പറഞ്ഞതിന് ശേഷം യേശു അതീവ നിന്ദ്യവും അതിക്രൂരവുമായ കുരിശുമരണത്തിന് വിധേയനായി. ചരിത്രത്തിലെ അതിപ്രാധാന്യമർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്നും ജൂത ജനത അനുഭവിക്കുന്ന ദുരന്തങ്ങളുടെ കാരണമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പീലാത്തോസ് ഉന്നയിച്ച ആ ചോദ്യം ഇന്നും നമ്മുടെ മുൻപിലും ഉയർന്നു നിൽക്കുകയാണ്. നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? യേശുവിനെയോ ബറബ്ബാസിനെയോ? നിങ്ങളുടെ മുൻപിൽ ഒരു വശത്ത് ഇതാ പാപരഹിതനെങ്കിലും അതിദാരുണമായ കുരിശുമരണം മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിനം മരണത്തിൽ നിന്നും ജീവനിലേക്ക് മടങ്ങി വന്ന യേശു. മറുവശത്ത് ബറബ്ബാസിൻ്റെ പ്രതീകമായി ഈ ലോകം നൽകുന്ന പ്രതാപവും ഉല്ലാസവും അതിലേക്കുള്ള തിന്മയുടെ എല്ലാ വഴികളും. നിങ്ങൾ ആരെ അല്ലെങ്കിൽ എന്തിനെ തിരഞ്ഞെടുക്കും? ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ തിരഞ്ഞെടുപ്പ് ഓപ്ഷണൽ അല്ല, വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതല്ല. മറിച്ചൊരു തീരുമാനം നിങ്ങൾ മനഃപൂർവ്വമായി എടുത്തില്ലെങ്കിൽ എല്ലാ മനുഷ്യരെയും പോലെ നിങ്ങളും തിന്മയുടെ പാതയിൽ അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ആർ ഓൾറെഡി ഇൻ ദ പ്രോസസ് എന്ന് ചുരുക്കം. നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും എന്ന ഗൗരവമേറിയ ചോദ്യത്തിന് ഉത്തരം പറയും മുൻപേ എൻ്റെ വ്യക്തിപരമായ ഒരു താല്പര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ യേശുവിനെ തിരഞ്ഞെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഏതാനും ചില കാരണങ്ങൾ വളരെ വേഗത്തിൽ ഞാൻ സൂചിപ്പിക്കാം. സമ്പൂർണ്ണ നന്മയുടെ വഴിയിലേക്ക് നിങ്ങളെ നയിക്കുവാൻ പ്രാപ്തനായ ഒരേ ഒരാൾ ദൈവപുത്രനായ യേശു മാത്രമാണ് എന്നതാണ് ഒന്നാമത്തെ കാരണം. മനുഷ്യപാപത്തിൻ്റെ പ്രതിഫലം നിത്യ മരണമാണ്. ഈ ദൈവിക നീതി നടപ്പാക്കിയേ മതിയാകൂ. ഈ സാഹചര്യത്തിൽ മനുഷ്യപാപത്തിന് ശിക്ഷയായ മരണം യേശു സ്വയം കുരിശിൽ ഏറ്റെടുക്കുകയായിരുന്നു. പീലാത്തോസിനെ പോലെ ചിലരൊക്കെ അതിന് ഉപാധികളായി എന്നത് വിസ്മരിക്കുന്നില്ല. പക്ഷേ യേശുവിൻ്റെ കുരിശിലെ മരണം ദൈവം തന്നെ മനുഷ്യനു വേണ്ടി ക്രമീകരിച്ച മോചന മാർഗമായിരുന്നു. യേശു മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ടായിരുന്നു എന്ന് അംഗീകരിക്കുന്ന ആർക്കും ആ നിമിഷം തന്നെ യേശു ഒരുക്കുന്ന രക്ഷയുടെ അനുഭവം സ്വന്തമാക്കാം. ദുഷ്ടനെ ശിഷ്ടനാക്കുവാൻ വേണ്ടി തിന്മയുടെ ശിക്ഷ ഏറ്റെടുക്കുവാൻ തയ്യാറായ മറ്റാരും ഇല്ല തന്നെ. അതുകൊണ്ടാണ് നിത്യരക്ഷ യേശുവിലൂടെ മാത്രമേ ഉള്ളൂ എന്ന് ധൈര്യപൂർവ്വം പറയുന്നത്. എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഇടം പിടിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു എന്നതാണ് മറ്റൊരു കാരണം. യഥാർത്ഥ സ്വാതന്ത്ര്യവും സമാധാനവും സമ്മാനിക്കുവാനാണ് യേശു നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. പാപത്തിൻ്റെ ശിക്ഷയായ നിത്യ മരണത്തിൽ നിന്നും, സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും, തിന്മയുടെ ബന്ധനത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുവാനും അതോടൊപ്പം പൂർണ്ണ സന്തോഷവും നിത്യജീവനും മനുഷ്യന് നൽകുവാനും യേശു ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു കാരണം കൂടെ സൂചിപ്പിക്കാം. 5 വർഷത്തേക്ക് നമ്മെ ഭരിക്കാനുള്ളവരെ തിരഞ്ഞെടുക്കാനാണല്ലോ നമ്മൾ സമ്മതിദാനാവകാശം പ്രയോജനപ്പെടുത്തിയത്. എന്നാൽ അത് പലപ്പോഴും പൂർത്തീകരിക്കപ്പെടണമെന്നില്ല. അതിനു മുൻപേ ഭരണകൂടം നിലംപതിക്കുകയോ നമ്മൾ തിരഞ്ഞെടുത്ത നേതാവ് ഏതെങ്കിലും കാരണവശാൽ നിഷ്ക്രമിക്കുകയോ ഒക്കെ ചെയ്തു എന്ന് വരാവുന്നതേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാരഥ്യം ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അത് എക്കാലത്തേക്കുമുള്ള ഒരു തീരുമാനമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം സമ്പൂർണ്ണമായും ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരുവനാണ് യേശു എന്ന് നാം മനസ്സിലാക്കണം. അദ്ദേഹം മാത്രമാണ് അതിന് യോഗ്യൻ. കാരണം നമ്മെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ടി അതിശ്രേഷ്ഠമായ ഒരു ജീവിതം ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന
സാക്ഷാൽ ദൈവമാണ് യേശുക്രിസ്തു. ഈ യേശുവിൻ്റെ നിയന്ത്രണത്തിന് വിധേയരായി ജീവിക്കാൻ കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, മനുഷ്യജീവിതം അത്യാവേശകരമാകും. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾ മിക്കപ്പോഴും പറയാറുള്ളത് നാടറിയുന്ന, നാടിനെ അറിയുന്ന, എപ്പോഴും നമ്മോടൊപ്പമുള്ള നേതാവായിരിക്കും താനെന്നാണ്. എന്നാൽ മിക്കപ്പോഴും ഫലപ്രഖ്യാപനത്തിന് ശേഷം നേതാവിനെ കാണണമെങ്കിൽ തലസ്ഥാനത്തെത്തണം, അല്ലെങ്കിൽ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് വരണം. എന്നാൽ നോക്കൂ, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്, ഒരിക്കലും ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറയുകയും നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ വ്യക്തിപരമായ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ഒരു നേതാവിൻ്റെ കാര്യമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. മനുഷ്യാവതാരമെടുത്ത ദൈവമായ യേശുവാണ് ആ നേതാവ്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നായിരുന്നു പലരും യേശുവിനെ സംബോധന ചെയ്തത്. നമ്മുടെ സുഖ ദുഃഖങ്ങളിലെല്ലാം ആ നേതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. സത്യത്തിൽ അങ്ങനെ ഒരു നേതാവിനെ അല്ലേ നമുക്ക് വേണ്ടത്? ഒരു കാരണം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. മത്സര രംഗത്ത് ഒന്നിലേറെ പേർ രംഗത്തുള്ളപ്പോൾ ഒരാൾ മാത്രമേ തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. ഞാൻ വോട്ട് ചെയ്തയാൾ വിജയിച്ചാൽ കുഴപ്പമില്ല, അടുത്ത 5 വർഷം അദ്ദേഹം എന്നെ ഭരിക്കും. എന്നാൽ അദ്ദേഹം വിജയിച്ചില്ലെങ്കിലോ? ഞാൻ വോട്ട് ചെയ്യാത്ത, വിശ്വാസ പ്രമാണങ്ങളിൽ എൻ്റെ വിരുദ്ധ ചേരിയിലുള്ള ഒരാൾ എന്നെ അടുത്ത 5 വർഷം ഭരിക്കും. എനിക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് ന്യൂനപക്ഷത്താണ് എൻ്റെ സ്ഥാനമെങ്കിൽ എന്നെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കില്ല എന്ന് ചുരുക്കം. പക്ഷേ ആശങ്കപ്പെടേണ്ട, അത് രാഷ്ട്രീയത്തിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എപ്പോഴും എനിക്ക് തന്നെയാണ്. എൻ്റെ തീരുമാനങ്ങളും പ്രവൃത്തികളും നന്മയുടേതാകണോ അതോ തിന്മയുടേതാകണോ എന്ന് എനിക്ക് തീരുമാനിക്കാം. എൻ്റെ ജീവിത സാരഥ്യം ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചാൽ അവിടെ നന്മ കളിയാടും. തിന്മയുടെ ശക്തികൾക്ക് ഫലമേൽപ്പിച്ചാൽ അവിടെ നാശം വന്ന് ഭവിക്കും. അതെന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഓരോ വ്യക്തിക്കുമാണ് ഉള്ളത്. ഒരുപക്ഷെ ഭൂരിപക്ഷം പേരും തിന്മയ്ക്കൊപ്പമാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് മറ്റൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവത്തോടൊപ്പം നിങ്ങൾ മാത്രമേ ഉള്ളെങ്കിലും അതാകും ഭൂരിപക്ഷം എന്ന് മറക്കേണ്ട. യു എലോൺ വിത്ത് ഗോഡ് ഈസ് എ മെജോറിറ്റി. സുഹൃത്തെ, ഇത് തെരഞ്ഞെടുപ്പിൻ്റെ വേളയാണ്. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വേള. നന്മയുടെ ഉറവിടമായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഒരു ദൈവ പൈതലാകണമോ അതോ സർവ്വ ആശ്രിതകളുടെയും അടിമയായി ജീവിതം തുടരണമോ? സ്വർഗ നരകങ്ങളൊക്കെ ബാലിശമായ കാര്യങ്ങളല്ലേ എന്ന് പുച്ഛരസത്തോടെ പറഞ്ഞൊഴിയുവാൻ താങ്കൾക്കിന്ന് കഴിഞ്ഞേക്കും. എന്നാൽ നിത്യതയുടെ തുറമുഖത്തെത്തുമ്പോൾ ഇന്നത്തെ ഈ പരിഹാസമൊക്കെ വിലാപമായി മാറും എന്ന് പറയാതിരിക്കാൻ എനിക്കാവുന്നില്ല. വളരെ അസന്നിഗ്ധമായി ബൈബിൾ നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷ പ്രാപിക്കാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നതാണ് അത്. നിങ്ങളുടെ ഈ തീരുമാനം ഇപ്പോഴുള്ള ജീവിതത്തെയും വരുവാനുള്ള ജീവിതത്തെയും പൂർണ്ണമായി ബാധിക്കുന്നതായതിനാൽ പ്രാർത്ഥനയോടെ ഒരു തീരുമാനം എടുക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്നാണ് എൻ്റെ ആശംസ. സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ മടിക്കേണ്ട.